ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ്. വെള്ളാർമല GVHSSലെ HM ഉണ്ണിമാഷ് ഹൃദയം പൊട്ടിക്കരയുന്ന വീഡിയോ പരിഹസിച്ചുകൊണ്ട് ഒരു 29കാരൻ ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ വീഡിയോ കണ്ട് മനസ്സ് വേദനിച്ച നല്ലവരായ ആൾക്കാർ അവസരോചിതമായ ഇടപെടൽ കാരണം അവൻ അറസ്റ്റിലായിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ്റെ വേദനയെ പരിഹസിക്കണമെങ്കിൽ അവൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം എങ്ങനെ ആയിരുന്നിരിക്കണം. ഞാൻ ആലോചിച്ചു പോയി. അവരൊരു സ്കൂളിൽ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. രാവിലെ 9 മണി മുതൽ അധ്യാപകരുണ്ട്. 8:30, 8:15, 8:30 ആകുമ്പം കുട്ടികൾ സ്കൂളിലെത്തും. അപ്പോൾ അതുമുതൽ അധ്യാപകരുടെ കണ്ണും കാതും ശ്രദ്ധയും ഒക്കെ അവർക്ക് വേണ്ടിയാണ്. 9 മണി കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ ഡിസിപ്ലിൻ നോക്കാൻ വേണ്ടി അധ്യാപകരെ നിയോഗിച്ചിട്ടുണ്ട്. 11:30-ക്കുണ്ട്, 1:30-ക്കുണ്ട്, അതുപോലെ തന്നെ 3:30-ക്ക്. വൈകുന്നേരം കുട്ടികൾ പോകുമ്പോൾ ഗേറ്റ് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ഡിസിപ്ലിൻ കമ്മിറ്റി ചെയ്യുന്നതാണ്. പിന്നെ കുട്ടികൾ ബസ്സിൽ കയറി പോകുന്ന ബസ് സ്റ്റോപ്പിൽ അധ്യാപകർ കാവൽ നിൽക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്വന്തം മക്കളെപ്പോലെ, അതിനേക്കാൾ എന്ന് തന്നെ പറയാം, കാത്തു സൂക്ഷിച്ച് നമ്മളെ ശരിക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച ആ രക്ഷകർത്താക്കളുടെ കൈകളിൽ എത്തിയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു അധ്യാപകൻ രാത്രി ഉറങ്ങാറുള്ളൂ. അത്രയധികം ആത്മബന്ധമുള്ള ഒരു അധ്യാപകന് ഇത്രയധികം ഹൃദയം പൊട്ടി കരയുമ്പോൾ നിനക്ക് പരിഹസിക്കാൻ നീ ഇത്ര ഹൃദയശൂന്യനാണോ? നീ എന്താണ് കരുതിയിരിക്കുന്നത്? ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം അത് അനുഭവിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം. പക്ഷേ ഇത്രയധികം ആ അധ്യാപകനെ പരിഹസിച്ച നിനക്ക് ജന്മം തന്ന ആ മാതാപിതാക്കളെ അടക്കം ഒരുപാട് പേർ ശപിച്ചു കേട്ടോ. നിനക്ക് അർഹമായ ശിക്ഷ തന്നെ കിട്ടണം. നിനക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുണ്ടോ എന്ന് നീ സ്വയം തിരിച്ചറിഞ്ഞതിന് ശേഷം നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ട് ആ ഹൃദയം പൊട്ടിക്കരയുന്ന അധ്യാപകനെ പരിഹസിച്ച നീ നാളെ ഒരു വിദ്യാലയത്തിൽ തന്നെ ചെന്നെത്തണം. അപ്പോൾ കുട്ടികൾ ആരാണ്, ഒരു വിദ്യാലയം എന്താണ് എന്ന് നീ മനസ്സിലാക്കുക തന്നെ വേണം. ഇത്രയധികം ക്രൂരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിനക്കൊക്കെ എങ്ങനെ കഴിയുന്നു? ഒരു വിദ്യാലയത്തിൻ്റെ ഒരു സ്പന്ദനം എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. നമുക്കൊക്കെ സ്കൂളിലെത്തിയാൽ ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോഴാണ്, അവരോടൊപ്പം ചെലവഴിക്കുമ്പോഴാണ് നമ്മളെല്ലാം മറന്നു പോകും. ആക്ച്വലി നമ്മുടേതായ സ്വകാര്യതകളെല്ലാം, നമ്മുടെ സ്വകാര്യ നിമിഷം, നമ്മുടെ സ്വകാര്യ ജീവിതം പോലും നമ്മൾ മറന്നു പോകും. 4 മണി വരെ ഒന്നും ഓർക്കാറില്ല. എത്ര ഹാപ്പി ആയിട്ടാണ് ഒരു സ്കൂളിൽ നമ്മൾ പുറത്തു വരുന്നറിയോ. ആ കുട്ടികൾ പിന്നെ അവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ ഓടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും അധ്യാപക ജീവിതത്തിൽ മാത്രം കിട്ടുന്ന ഒരു അമൂല്യമായ സ്വത്താണത്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അധ്യാപകരെ പരിഹസിക്കുമ്പോൾ വേദനിക്കുന്ന ഹൃദയത്തെ തൊട്ടാൽ എന്താണ് അനുഭവമെന്ന് നീ അറിഞ്ഞിട്ട് തന്നെ ഇനിയുള്ള കാലം ജീവിക്കുള്ളൂ. നോക്കിക്കോളൂ. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.